ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിന് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാണ്. ടെമ്പറൻസ് റിവേഴ്സ് ആണ്. സ്റ്റാർ, 5 of wands, page of pentacle, 2 of cups റിവേഴ്സ് ആണ്. Queen of wands, Ten of wands റിവേഴ്സ് ആണ്. Knight of cups റിവേഴ്സ് ആണ്. World, Knight of pentacle റിവേഴ്സ്, 8 of pentacle. ഒരു കാർഡ് കൂടി എടുക്കാം. 2 of cups റിവേഴ്സ്. ടെമ്പറൻസ് റിവേഴ്സ് ആണ്. ആദ്യത്തെ കാർഡ് ടെമ്പറൻസ് ആണ്, അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ അവരെവിടെയും എത്തിയിട്ടില്ല എന്നൊരു തിരിച്ചറിയാണ്. ജീവിതത്തിന്റെ മിഡിൽ പാത്തിലാണ് ഞാൻ എന്നവർ ചിന്തിക്കുകയാണ്. അവരാഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ല അവർക്ക് ലഭിച്ചിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്ത് പോവാ പറയില്ലേ, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത്. എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ലാഷിംഗ് ഇൻട്രസ്റ്റ് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വന്നു? ഡിസ്ഹാർമണി ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. ക്ഷമയില്ലായ്മയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾ സെപ്പറേഷനിലാണ്, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എനർജി ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്. അപ്പൊ നിങ്ങളും അവരും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. സെക്കൻഡ് കാർഡ് സ്റ്റാറിന്റെ എനർജിയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്ന കാര്യം അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക എന്നാണ്. എക്സ്പെക്ടേഷൻ ഫുൾഫിൽഡ്, വിഷസ് ഗ്രാൻഡഡ്. ഇവിടെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവസരത്തിനായി നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളെ കാണുവാനായിട്ട് അതിയായി അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുന്നത് റൈറ്റ് പാത്ത് ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. ആ പിക്ചർ നോക്കി തന്നെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഹോപ്പ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാ സാധ്യതയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. അതിനുള്ള പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ പ്രവൃത്തിയെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. 5 വാൺസിന്റെ എനർജിയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾ കാണുവാനായിട്ടുള്ള അവസരം അവരായിട്ടാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളും അവരും കാണുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, അവര് ഒഴിഞ്ഞു മറന്നിട്ടുണ്ടാവാം. അപ്പൊ അവരുടെ സൈഡിൽ നിന്നാണ് ഇവിടെ കാണുവാനായിട്ടുള്ള അവസരത്തിലേക്ക് ഒരു ബ്ലോക്ക് വന്നിട്ടുള്ളത്. ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കാണണമെന്നാണ്. അവസരം അവരായിട്ടുണ്ടാക്കുന്നു എന്നാണ്. അവർ നിങ്ങളെ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു. അവർ സഹായിക്കാനായിട്ട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാണാനായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ.
അവർക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പേജ് ഓഫ് പെന്റക്കിൾ എനർജി നിങ്ങളിലേക്ക് വരുന്ന ചേഞ്ചിനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ആഗ്രഹത്തിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ്. മാനിഫെസ്റ്റിംഗ് ന്യൂ തിങ്സ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ബന്ധം തുടങ്ങുവാനായിട്ട് പോവാണ്. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച നേട്ടം നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ പെന്റക്കൽസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തെയും കാണിക്കുന്നു. ന്യൂ കരിയർ പത്ത് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ന്യൂ കണക്ഷൻ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഇവിടെ മേക്കിംഗ് പ്ലാൻസ് റിയാലിറ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നു. യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് ഇത്. ടു ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സാ വന്നിട്ടുള്ളത്. ഇമോഷണൽ ബ്ലോക്കിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിൽ തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്നേഹം സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകാത്ത സാഹചര്യത്തെ കാണിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. പാസ്റ്റിലെ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിന് അത്രയേറെ വേദന ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുകയാണ്. നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വരുന്ന പേഴ്സന്റെ എനർജി നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കുകയാണ്. ഇന്ന് അവർ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ തീരുമാനം ബോൾഡായിട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. തീരുമാനം എന്ന് പറയുന്നത് ഉറച്ചതാണ് എന്ന് പറയുന്നു. വാൺസ് റിവേഴ്സ് പറയുന്നു. ഇവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അവരെ നിങ്ങളിൽ നിന്ന് മാറ്റിയതെന്ന് പറയാണ്. ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവർ പോകുന്നുണ്ട്. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലും അവരുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവർക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു പോവാണ്. കാരണം നിങ്ങളിലേക്ക് എന്നുള്ള ചിന്തയാണ് അവരെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവരെടുക്കുന്ന പ്ലാനിങ്ങിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഫ്യൂച്ചർ നിങ്ങൾക്കായിട്ട് പദ്ധതി ഇടുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷനെയാണ് മീൻ ചെയ്യുന്നത്. ക്ലാസിക് റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് തോന്നുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു പാഷനേറ്റ് സോളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. ഇവിടെ സീക്കിംഗ് കണക്ഷൻ എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും കാണുവാനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് വേൾഡ് കാർഡിലൂടെ പറയുന്നത്. അടുത്ത ദിവസം നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരത്തിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുകയാണ്. ഒരു കംപ്ലീഷനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ കാണിച്ചു തരുന്നു. ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങളിലേക്ക് വരുന്ന ചേഞ്ചിനെ യൂണിവേഴ്സ് കാണിക്കുകയാണ്. പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ പേഴ്സണ് വരുന്ന ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷത്തെ കാണിക്കുന്നു. പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ബന്ധത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്നു എന്നാണ്. അത്രയേറെ ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾ റിവേഴ്സ് പറയുന്നു. വർക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അവരുടെ കരിയറിൽ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ കാണിക്കുന്നു. എന്നാൽ നിങ്ങളിലേക്ക് വരുവാൻ ഷോർട്ട് കട്ട് സ്വീകരിക്കുന്ന പേഴ്സണിന്റെ എനർജി ഇവിടെ കാണിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾ പറയുന്നത് ഈ ഒരു ബന്ധം നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ എത്താണ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എത്താണ്. ഹാർവസ്റ്റ് ആണ് ഈ ബന്ധത്തിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന ഏതൊരു അബണ്ടൻസിനും നന്ദി പറയുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുകയാണ്. ട്രീ ഓഫ് കപ്സിന്റെ എനർജി റിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുടെ തിരിച്ചുവരവ് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാമെന്നാണ്.
ഇവിടെ ഈ ബന്ധത്തിന്റെ വാല്യൂ തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ്. നിങ്ങളും ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നാൽ ഇവിടെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ലവിനെ കാണിക്കുന്നുണ്ട്. തിരിച്ചറിവാണ് സംഭവിക്കുന്നത്, മാറ്റമാണ് സംഭവിക്കുന്നത്. ഈ ബന്ധമാണ് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം ഇന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ വിശ്വസിക്കാം. ഈ റീഡിംഗ് നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ന്യൂസ്.